നല്ല അടിപൊളി താറാവ് റോസ്റ്റ് റെഡിയാക്കിയാലോ? കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ലേ? സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിനുവേണ്ടി എല്ലാവരും റെഡിയാക്കിക്കോ. അതിനുവേണ്ടി താറാവ് കഴുകി പീസുകളാക്കിയത് കുക്കറിലേക്ക് ആക്കുക. കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് അരച്ച് ഉപ്പും ചേർത്ത് താറാവിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇളക്കി ഒരു 2 വിസിലടിക്കാനായിട്ട് വെക്കുക. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് കടുക് പൊട്ടിക്കാനുള്ള സവോള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, 3-4 പച്ചമുളക് ഇത്രയും എടുത്ത് കടുക് പൊട്ടിക്കുക. അതിലേക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുക, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് ആഡ് ചെയ്യുക. അതിനുശേഷം സവോള ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒന്ന് വഴന്ന് റെഡിയായി വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. വേണ്ടത് മുളക് പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി. ഇനി പാർക്കിൽ എരിവ് കുറച്ച് മതിയെങ്കിൽ 1 സ്പൂൺ ആഡ് ചെയ്താൽ മതി. മല്ലിപ്പൊടി 1.5 to 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ എടുത്ത് കുരുമുളക് പൊടി ഇത്രയും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക. അതിലേക്ക് 1-2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴന്ന് ഏകദേശം ഒന്നാകുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന താറാവിൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളത്തിൽ കിടന്ന് ആ മസാലയൊക്കെ ഒന്ന് വെന്ത് തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന താറാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു പാത്രം വെച്ച് അടച്ചു വെക്കുക. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ഹാഫായിട്ടേ അടച്ചു വെക്കാവുള്ളൂ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടും. അങ്ങനെ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നല്ലപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ പറ്റും. അപ്പോഴത്തേനും നമ്മളൊന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ 1 സ്പൂൺ പെരുംജീരകപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ഗ്രേവി പരുവത്തിൽ റെഡിയായി കിട്ടും. ആ നല്ല ലുക്കിൽ അടിപൊളി താറാവ് റോസ്റ്റ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി താറാവ് റോസ്റ്റാണ് കേട്ടോ.